എല്ലാ വീടിൻ്റെയും ചുറ്റുപാടും പരിസരത്തുമായി പല സമയങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികൾ വന്നു പോകുന്നത് സാധാരണമാണ്. എന്നാൽ ലക്ഷ്മിവാസമുള്ള വീടുകളിൽ മാത്രം വരികയും വീട്ടുപരിസരത്ത് മിക്കപ്പോഴും കാണുകയും ചെയ്യുന്ന ചില പക്ഷികളുണ്ട്. അതായത് ഒരു വീട്ടിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന് സർവ്വ ധനനേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും എപ്പോഴും ഉണ്ടാകും. ഇനി മുൻപ് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്ന വീടുകളാണെങ്കിൽ പോലും ഇത്തരത്തിൽ ലക്ഷ്മി കടാക്ഷം അവിടേക്ക് വന്നു കഴിയുമ്പോൾ മുതൽ പല വിധത്തിലുള്ള ഉയർച്ചകളും ആ വീടിന് ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യപരമായൊക്കെ വളരെ മികച്ച അനുഭവങ്ങളായിരിക്കും ഇത്തരത്തിൽ ലക്ഷ്മിവാസമുള്ള വീടുകളിലെ വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മിവാസമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന പക്ഷികളെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും ചുറ്റുവട്ടങ്ങളിലുമായി കാണുവാൻ കഴിയും. മാത്രമല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും പക്ഷികളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുവാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഈ പക്ഷികളെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഇവയുടെ ശബ്ദം കേൾക്കുന്നത് വരെ ഭാഗ്യസൂചകമാണ്. അപ്പോൾ ലക്ഷ്മിവാസമുള്ള വീടുകളിൽ തീർച്ചയായും കാണപ്പെടുന്ന പക്ഷികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ലക്ഷ്മിവാസമുള്ള ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്ത് മാത്രമായി നിരന്തരം കാണപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് കൊക്ക്. പ്രത്യേകിച്ച് തൂവെള്ള നിറമുള്ള കൊക്കുകളെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്നതും അവ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേൾക്കുന്നതുമൊക്കെ വളരെ ശുഭകരമാണ്. അങ്ങനെ നിങ്ങൾ കാണുകയോ ഇവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിവാസമുണ്ടെന്നും മഹാലക്ഷ്മിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള ഉയർച്ചകളും നൽകുവാൻ പോകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇത്തരത്തിൽ കൊക്കുകളെ വീടിൻ്റെ പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മനസമാധാനക്കേട് നിറഞ്ഞ അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇല്ലാതാകുമെന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ നിൽക്കുമ്പോൾ കൊക്കുകൾ മുന്നിൽ കൂടി പറന്നു പോകുന്നത് കാണുന്നതും വളരെ ശുഭകരമാണ്. തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമതായി, ലക്ഷ്മിവാസമുള്ള വീടുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പക്ഷിയാണ് കുയിൽ. കുയിലുകളുടെ കാര്യത്തിലും അവയെ കണ്ടില്ലെങ്കിലും നിങ്ങൾ അവയുടെ ശബ്ദം കേട്ടാൽ പോലും അത് വളരെ ശുഭസൂചനയാണ്. മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നുവെന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉടനടി വന്നു ചേരുമെന്നും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇത്തരത്തിൽ കുയിലുകളെ നിങ്ങൾ കാണുകയോ കുയിലുകളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ കരുതിയിരുന്ന പണം, സ്വർണം പോലെയുള്ള സമ്പത്തുകൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാത്രമല്ല, കുയിൽനാദത്തിൻ്റെ അത്ര മാധുര്യമുള്ള എന്തൊക്കെയോ മംഗളവാർത്തകൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുവാനുള്ള യോഗവും ലക്ഷ്മി കടാക്ഷത്താൽ വന്നു ചേർന്നിരിക്കുന്നു എന്നതും ഇത് വിളിച്ചറിയിക്കുന്നു. ഇനി നിങ്ങളുടെ വീട്ടുമുറ്റത്താണ് കുയിലുകൾ വന്ന് ഇരിക്കുന്നത് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കുയിലുകൾ ജീവനറ്റ രീതിയിൽ കിടക്കുന്നത് കാണുന്നതും എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട കുയിലുകളെ കാണുന്നതും തീർത്തും ദോഷകരമാണ്. ഇനി ലക്ഷ്മിവാസമുള്ള വീടുകളിൽ നിരന്തരം വരുന്ന ഒരു പക്ഷി എന്ന് പറയുന്നത് പ്രാവാണ്. അതായത് ഒന്നോ രണ്ടോ പ്രാവുകൾ നിരന്തരം നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും
നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും കൊത്തിപ്പറക്കി നടക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണവും ധാന്യങ്ങളും ഭക്ഷിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെയേറെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ വസിക്കുകയും ലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹ കടാക്ഷങ്ങളും നിങ്ങളിൽ ഉള്ളതിനാൽ എന്തൊക്കെയോ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ പ്രാവുകൾ വരുന്ന വീടുകളിൽ മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികൾ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ മറ്റെവിടെ നിന്നെങ്കിലും വരുന്ന പ്രാവ് നിങ്ങളുടെ വീട്ടിൽ കൂട് കൂട്ടുകയോ നിങ്ങളുടെ വീടിൻ്റെ മുകളിലും പരിസരങ്ങളിലുമൊക്കെയായി കാഷ്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തീർത്തും ദോഷകരമാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം ഒഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രാവുകൾ നിങ്ങളുടെ വീട്ടിൽ കൂട് കൂട്ടുന്ന തരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവയെ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് കൂടൊരുക്കി മാറ്റുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൂടുകൂട്ടാത്ത രീതിയിൽ പിന്തിരിപ്പിക്കുകയോ ചെയ്യുക. അതല്ലാതെ പ്രാവുകൾ വന്നു പോകുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി നാലാമതായി, നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വാസമുണ്ടെങ്കിൽ തീർച്ചയായും ആ വീടിൻ്റെ പരിസരത്ത് നിരന്തരം വരുന്ന ഒരു പക്ഷി കാക്കയായിരിക്കും. അതായത് കാക്കകൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തും തൊടിയിലുമൊക്കെയായി കൊത്തിപ്പറക്കി നടക്കുകയും നിങ്ങൾ കൊടുക്കുന്ന ആഹാരം ഭക്ഷിക്കുകയുമൊക്കെ ചെയ്യുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. ലക്ഷ്മി പ്രീതി മാത്രമല്ല, പിതൃപ്രീതിയും വളരെയധികം നിങ്ങളിലുണ്ട് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. എന്നാൽ കാക്കകൾ കൂട്ടമായി നിങ്ങളുടെ വീടുകളിലേക്ക് അസാധാരണമായ രീതിയിൽ വരികയോ അവ വല്ലാത്ത രീതിയിൽ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ദോഷകരമായ ഒന്ന് തന്നെയാണ്. അതല്ലാതെ ഒന്നോ രണ്ടോ കാക്കകളുടെ സാന്നിധ്യം നിരന്തരം വീടുകളിലുള്ളത് ലക്ഷ്മി വാസമുള്ളതിനാൽ തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിൽ കാക്കകൾക്ക് നിങ്ങൾ നിരന്തരം ഭക്ഷണം നൽകുകയും അവ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഒരു വിധത്തിലുള്ള ഭാവമാറ്റവുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വളരെ മികച്ച അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. മാത്രമല്ല, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ കാക്കകൾക്ക് നിരന്തരം ഭക്ഷണം നൽകുകയാണെങ്കിൽ അത് ആ കുടുംബത്തിനെ തന്നെ ഉന്നതിയിലേക്ക് എത്തിക്കുമെന്നതാണ് വിശ്വാസം. ഇനി അഞ്ചാമതായി, നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വാസം ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയായി വീട്ടിലും വീട്ടുപരിസരത്തുമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് തത്ത. ഇതിൽ തന്നെ തത്തകളെ കാണുമ്പോൾ അവയുടെ നിറത്തിനനുസരിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുപരിസരത്ത് തത്തകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സൗഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നും എന്തൊക്കെയോ സന്തോഷ വാർത്തകൾ ഉടനടി കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും എന്നുള്ളതുമാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, തത്തകൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്ക് ഏതെങ്കിലും അതിഥികളെ വരവേൽക്കേണ്ടി വന്നേക്കാം. ഇതുമാത്രമല്ല, നിങ്ങൾ ഒരു ദിവസം രാവിലെ തന്നെയാണ് തത്തകളെ കാണുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും പുതിയ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾ സന്ധ്യാസമയത്താണ് തത്തകളെ കാണുന്നത് എങ്കിൽ ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എന്തോ ഒരു ആഗ്രഹം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇനി തത്തകളുടെ നിറമനുസരിച്ച് പറയുവാനാണെങ്കിൽ നിങ്ങൾ മുഴുവനായി പച്ച നിറമുള്ള തത്തയെയാണ് കാണുന്നത് എങ്കിൽ അത് സമ്പൽ സമൃദ്ധിയെയും ധനഭാഗ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല, ചുവപ്പും പച്ചയും നിറം കൂടി കലർന്ന തത്തയാണ് കാണുന്നത് എങ്കിൽ
പ്രണയഭാഗ്യത്തെയും ബന്ധങ്ങളിലുണ്ടാകുന്ന സന്തോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാന ബന്ധങ്ങളിൽ വളരെ മികച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ നടക്കും. ഇനി അതുപോലെ നിങ്ങൾ മഞ്ഞ നിറമുള്ള തത്തയെയാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ കർമ്മമേഖലയിൽ ഉണ്ടാകുവാൻ പോകുന്ന ഉയർച്ചയും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചില നേട്ടങ്ങളെയും മികച്ച ഭാവിയെയും സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത്ര ഭാഗ്യസൂചകമായ ഈ പക്ഷി മരിച്ചു കിടക്കുന്നത് നിങ്ങൾ കണ്ടാൽ അത് വളരെ ദോഷകരമായ ഒരു ശകുനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തത്തയെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറന്നു പോകുന്നതും തീർത്തും ശുഭകരമല്ല. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ വിട്ട് അകന്നു പോകുന്നതും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വേർപാടുമൊക്കെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അതല്ലാതെ മറ്റേത് തരത്തിൽ നിങ്ങൾ തത്തകളെ കണ്ടാലും അത് നിങ്ങളുടെ വീട്ടിലെ ലക്ഷ്മി വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആറാമതായി, നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുകയും നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം വളരെയധികം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പക്ഷിയാണ് കുരുവി. ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ജനലുകളിലും നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുമൊക്കെയായി കുരുവികൾ വന്ന് കൂടുകൂട്ടുകയോ ഇവ വന്ന് ചുണ്ടുകൾ കൊണ്ട് കൊത്തി വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ഇത് വളരെ ശുഭകരമായ ഒരു കാഴ്ചയാണ്. ഇത്തരത്തിൽ കുരുവി വന്ന് നിങ്ങളുടെ വീട്ടിൽ കൂടുകൂട്ടുകയാണെങ്കിൽ ഉടനടി ഒരു പുതിയ വീട് സ്വന്തമാക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകും. മാത്രമല്ല, സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്ര വലിയ രീതിയിലുള്ള നേട്ടങ്ങളായിരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ അതിനുശേഷം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നിരന്തരം കുരുവികൾ നിങ്ങളുടെ വീടുകളിൽ വരികയും അവ ശബ്ദിക്കുകയുമൊക്കെ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ഉടനടി നിങ്ങളുടെ വീട്ടിൽ സന്താന സൗഭാഗ്യമുണ്ടാവും. അതായത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവർക്കോ നിങ്ങൾക്കോ ഉടനടി സന്താന സൗഭാഗ്യമുണ്ടാകുന്ന തരത്തിലുള്ള സന്തോഷ വാർത്ത നിങ്ങളുടെ വീട്ടിൽ കേൾക്കുമെന്നത് അച്ചിട്ടാണ്. ഒപ്പം തന്നെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കുപരിയായി പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭകാര്യങ്ങൾ വന്നു ചേരും. ഇനി ഏഴാമതായി, ലക്ഷ്മി കടാക്ഷവും ലക്ഷ്മി വാസവുമുള്ള വീടുകളിലും ആ വീടിൻ്റെ പരിസരത്തുമായി നിരന്തരം കാണുവാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന പക്ഷി. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് വന്നു ചേരുന്നവയായതിനാൽ തന്നെ ഇവ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും പ്രതീകമാണ്. ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീട്ടുപരിസരത്തു കൂടി വരികയും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം സ്വീകരിക്കുകയുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ചില ഉയർച്ചകളെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തിക മേഖലയിലൊക്കെ ഉപ്പൻ വരുന്ന വീടുകളിലുള്ള വ്യക്തികൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയും. അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടത് അതെല്ലാം ഉടനടി വന്നു ചേരും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ പക്ഷികൾ. ഇനി അതുപോലെ ഉപ്പൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും മരത്തിലായി കൂടുകൂട്ടുകയാണെങ്കിൽ അത് മഹാഭാഗ്യസൂചകമാണ്. അതായത് ആ വീട്ടിലുള്ളവർക്ക് സമ്പത്ത്, സമാധാനം, ദീർഘായുസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികമായിരിക്കും. മാത്രമല്ല, ആ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ജനനം, വിവാഹം, ജോലി സംബന്ധമായ ഉയർച്ചകൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നത് വളരെ വേഗത്തിലായിരിക്കും. അതായത് മഹാലക്ഷ്മി വസിക്കുന്ന വീടാണ് നിങ്ങളുടേതെന്നും നിങ്ങൾക്ക് ഇനി ഉയർച്ചകളായിരിക്കും എന്നും ഉണ്ടാവുക എന്നും വിളിച്ചറിയിക്കുന്ന പക്ഷികൾ തന്നെയാണ് ഇവ. എന്നാൽ ഉപ്പൻ ജീവനില്ലാതെയോ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ പറ്റിയോ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ദോഷകരമായ സൂചനയാണ്. ഇനി ലക്ഷ്മി കടാക്ഷം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലേക്ക് പറന്നെത്തുന്ന ഒരു പക്ഷിയാണ് പൊന്മാൻ. ഈ പൊന്മാൻ എന്ന പക്ഷി വീട്ടിലേക്ക് പറന്നെത്തുന്നതിനെ പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് തന്നെ ഭാഗ്യലക്ഷ്മി കയറി വരുന്നു എന്നാണ്. കാരണം ഈ പൊന്മാൻ എന്ന പക്ഷി വരുന്ന വീടുകളിലുള്ളവർക്ക്
പല പുതിയ കാര്യങ്ങൾക്കും ഉടനടി തുടക്കം കുറിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്തുവാനും വിവാഹം, കുഞ്ഞുങ്ങളുടെ ജനനം എന്നിങ്ങനെയുള്ള ശുഭകരമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനും ആ വീട്ടിലുള്ളവർക്ക് യോഗം ഉടനടി ഉണ്ടാകുമെന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. മാത്രമല്ല, മിക്കപ്പോഴും പൊന്മാനെ നിങ്ങൾ കണ്ടതിന് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കും. ഇനി അതുപോലെ തന്നെ പൊന്മാൻ നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ വന്നിരിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് എന്തോ ഒരു നല്ല സന്ദേശം ഉടനടി ഉണ്ടാകുമെന്നും അതിഥികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നേക്കാമെന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ മറ്റുള്ളവയെ പോലെ തന്നെ പൊന്മാനും ചത്തുകിടക്കുന്നത് കാണുകയോ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുന്നത് കാണുകയോ ചെയ്യുന്നത് ദുഷഗുണമാണ്. മാത്രമല്ല, മേൽപ്പറഞ്ഞതിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഇതിൽ ഏത് പക്ഷി വന്നു കയറിയാലും അവയെ ഒന്നും നിങ്ങൾ വീട്ടിൽ പിടിച്ചിടുകയോ കൂടുകളിലാക്കി വളർത്തുവാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അത് പലപ്പോഴും ഗുണത്തിനു പകരം ദോഷമായിരിക്കും നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും പക്ഷികൾ നിരന്തരമായി നിങ്ങളുടെ വീട്ടുപരിസരത്ത് വരികയോ അവയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വീടുകളിൽ ലക്ഷ്മിവാസമുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല, ലക്ഷ്മി കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിനാൽ പല വിധത്തിലുള്ള ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനടി ഉണ്ടാകുമെന്നതും ഇത് ചൂണ്ടിക്കാട്ടുന്നു. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.